കഴിഞ്ഞ ദിവസം ഇസ്രായേല് ഒരു പുതിയ മാപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ മാപ്പ് മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ മാപ്പാണ്. ഇസ്രായേല് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഇതിലെ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അവർ അറബിക് ഭാഷയിലാണ് ഈ അവരുടെ ഫോറിൻ മിനിസ്ട്രി ഈ മാപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് സിറിയ, ലെബനോൺ, ജോർദൻ, നൈൽ നദി വരെ, പിന്നെ ഗാസ, ഈ വെസ്റ്റ് ബാങ്ക്. ഇവരുടെ ചിന്ത പ്രകാരം, ഇസ്രായേലിന്റെ വിശ്വാസ പ്രകാരം 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ജൂത സാമ്രാജ്യം, ഇസ്രായേലി സാമ്രാജ്യം നിലനിന്നിരുന്നു. അത് മുഴുവനും ഇസ്രായേലിൽ അതുമായിട്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാപ്പ്, ഈ ഭൂപ്രദേശം മുഴുവനും ഇസ്രായേലിൻ്റെതാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഈ മാപ്പ് എന്നാൽ പല രാജ്യങ്ങളെയും പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഖത്തർ, ഗൾഫ് രാജ്യങ്ങളിലെ സൗദി അറേബ്യ, ഖത്തർ, പിന്നെ UAE പോലുള്ള രാജ്യങ്ങൾ ഈ മാപ്പിനെതിരെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഈ മാപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനൊരു രാജ്യം ഇവിടെ വരുന്നത് നമുക്ക് തോറ അല്ലെങ്കിൽ ബൈബിളിലെ പഴയ പുസ്തകത്തിലൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു മാപ്പ് വരുന്നത് എത്രമാത്രം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇങ്ങനൊരു മാപ്പ് ഉണ്ടാക്കുമെന്ന്, ഈ രാജ്യങ്ങളെല്ലാം പിടിച്ചെടുക്കുമെന്നുള്ളൊരു സൂചന. ഇപ്പൊ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുമായിട്ട് നമ്മളിതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുക ഈ എത്രമാത്രം ഇതിൻ്റെ പ്രാധാന്യം. ഇപ്പൊ യുദ്ധങ്ങൾ, നമുക്കറിയാവുന്ന പോലെ ഹമാസ് ആയിട്ടുള്ള യുദ്ധം ഇന്ന് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ ഖത്തറുമായിട്ട് ചർച്ച നടത്തുന്നു. ഹമാസിന്റെ ബന്ദികളെ വിട്ടയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു. ബന്ദികളെ വിട്ടയച്ചാല് ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം നിർത്തലാക്കാം എന്നൊക്കെയാണ് വാഗ്ദാനം. പക്ഷെ അത് വെറും ഒരു കബളിപ്പിക്കൽ മാത്രമായിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇസ്രായേലിന് 100ഓളം ബന്ദികളെ ജീവനോടെ എടുക്കുക, അതിനുശേഷം ഗാസയെ മുഴുവൻ നിയന്ത്രണത്തിലും, ഒരു കാരണവശാലും ഗാസയിൽ നിന്നും ഇസ്രായേൽ വിട്ടു പോകും എന്ന് നമുക്ക് തോന്നുന്നില്ല. അതാണ് ഈ ഒരു മാപ്പ് വിവാദം കൂടി ത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു വിഷയം ബന്ദികളെ വിട്ടയച്ച് അവിടെ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളത്. അദ്ദേഹത്താൽ കഴിയുന്ന വിധത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും അങ്ങനെ ഒരു മാധ്യസ്ഥ ശ്രമവും ബന്ദികളെ വിട്ടയക്കണമെന്നുള്ള ആവശ്യങ്ങളും നടക്കുന്നത്. എന്നാൽ ഈ മാപ്പ് പുറത്തു വന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇസ്രായേല് ഗാസയിൽ നിന്നോ വെസ്റ്റ് ബാങ്കിൽ നിന്നോ പോകുന്നില്ല. ഒപ്പം തന്നെ ഇസ്രായേലിനൊരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാനുമായിട്ട് കൂട്ടി വായിക്കേണ്ട ചില ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഡൊണാൾഡ് ട്രംപ് ജെറുസലത്തിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കിയിട്ട് എംബസികൾ മുഴുവനും അവിടേക്ക് മാറ്റുന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ മേലും ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ചെലുത്തി അവരുടെ രാജ്യത്തെ ഈ ഒരു എംബസികളെ ജെറുസലേമിൽ എത്തിക്കും. അപ്പോൾ നമുക്കറിയാം അൽ അക്സ മോസ്ക് പോലുള്ള സ്ഥലങ്ങളൊക്കെ ജെറുസലത്തിന്റെ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് ഇപ്പൊ കടക്കാൻ ചെല്ലുന്നത്. ഈ അൽ അക്സ മോസ്ക് സോളമൻ പണിതതാണ്. സോളമൻ ജൂതന്മാരുടെ വിശ്വാസപ്രകാരം അവരുടെ വലിയ ആരാധനാക്രമത്തിലും ഒക്കെ പെട്ട ഒരു പഴയ നിയമത്തിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന സോളമനാണ് ഇന്ന് മുസ്ലിം അധീനതയിലുള്ള അൽ അക്സ പള്ളി പിടിച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ തിരിച്ചു പിടിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അൽ അക്സ പള്ളി ജൂതന്മാര് തിരിച്ചു പിടിക്കുമെന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ പഴയ നിയമത്തിലെ എല്ലാ ഇതുകളും, അപ്പൊ ഇന്നത്തെ ലോകവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് ചോദിക്കേണ്ട ചോദ്യം, ഇവര്
ഇന്നത്തെ നയതന്ത്ര ബന്ധങ്ങൾ വെച്ചാണോ അതോ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വെച്ചാണോ ഇത് ഈ ഒരു കാര്യങ്ങൾ തീരുമാനം ഇസ്രായേൽ എടുത്തിരുന്നത്, അതോ പഴയ നിയമത്തിൽ അവർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്ത ഭൂമി, ദ പ്രോമിസ് ലാൻഡ്, അതിനുവേണ്ടിയാണ് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് ആ ഒരു പ്രയാണം തുടരുകയാണ്. അവർക്ക് വാഗ്ദത്ത ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ഒരു വാഗ്ദത്ത ഭൂമിയാണ് ഇന്ന് കാണുന്ന പ്രദേശം, ഇസ്രായേലും മധ്യപൂർവേഷ്യയിലും നമ്മൾ കാണുന്ന പ്രദേശം. അതുകൊണ്ടാണ് അത് ഇപ്പോഴും കത്തി നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശം മുഴുവനും ഒരു മാപ്പ്, ഫോറിൻ മിനിസ്ട്രി ആ മാപ്പ് പബ്ലിഷ് ചെയ്ത്, അതും അറബിക് ഭാഷയിൽ പബ്ലിഷ് ചെയ്ത് വ്യക്തമായിട്ട് താക്കീത് കൊടുത്തിരിക്കുകയാണ്, ഈ പ്രദേശങ്ങൾ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന്. ഇതിൽ വേറൊരു അർത്ഥം കൂടി നമ്മൾ കാണുന്നത്, അടുത്ത 4 കൊല്ലം ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. ആ ഡൊണാൾഡ് ട്രംപ് എത്രമാത്രം ഇസ്രായേലിൻ്റെ ഈ മോഹത്തോട് ഒപ്പം പോകും? ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും, അതല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. കാരണം ഡൊണാൾഡ് ട്രംപ് യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പേരിലാണ് അദ്ദേഹം പറഞ്ഞത് ഹമാസിൻ്റെ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ നരകമാക്കി മാറ്റുന്ന പറഞ്ഞിരിക്കുന്നത്. അവിടെ ഹെൽ ഫയർ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് യുദ്ധം ആഗ്രഹിക്കുന്നില്ല. തന്നെയല്ല, നെതന്യാഹുവിൻ്റെ മോഹങ്ങൾക്ക് അദ്ദേഹം നിന്നു കൊടുക്കുമോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ഘടകമാണ്. ഒപ്പം തന്നെ എത്രമാത്രം ഇനി അടുത്ത 4 കൊല്ലം നമ്മൾ ഈ പുസ്തകങ്ങളിൽ ആത്മീയമായിട്ടുള്ള പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ യുദ്ധങ്ങളിലേക്കാണോ ലോകം പോകുന്നത്? ഈ രാജ്യങ്ങൾ, ജോർദാനൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമാണ്, അതും അമേരിക്കയായിട്ട് വളരെ ബന്ധമുള്ള രാജ്യം. അതുമല്ലെങ്കിൽ ലെബനൻ, ഇപ്പോൾ ഫ്രാൻസിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ലെബനനിൽ. അതിൻ്റെ ആവശ്യപ്രകാരമാണ് ഇസ്രായേൽ ലെബനനിൽ അടിനിർത്തൽ ഹെസ്ബുള്ളയായിട്ട്. അത് നസ്രുള്ള എന്ന തീവ്രവാദിയെ വധിച്ചതിന് ശേഷം അവിടെ അടിനിർത്തിയിരിക്കുന്നത്. ഇനി സിറിയ എടുത്താൽ, സിറിയ അവിടെ ബാഷർ അൽ അസദ് ഓടി മോസ്കോയിലേക്ക് പോയ നിമിഷം തന്നെ വലിയൊരു ഭാഗം, അതും പ്രത്യേകിച്ച് ഗോലാൻ കുന്നുകളൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തു. അപ്പോൾ ഇസ്രായേലിൻ്റെ സിറിയയിലുള്ള മോഹം, ഈ പറയുന്ന രാജ്യങ്ങളെ നമ്മൾ നോക്കണം. അപ്പോൾ ഇനി മുന്നോട്ട് പോയി അദ്ദേഹം ഡമാസ്കസ് വരെ എത്തി ഈ പ്രദേശം മുഴുവനും ട്രംപ് ഭരണത്തിലിരിക്കുമ്പോൾ പിടിച്ചെടുക്കുമോ എന്നാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അൽ അക്സ പള്ളി പിടിച്ചെടുക്കുന്ന നിമിഷം വലിയ യുദ്ധം തന്നെ സംഭവിക്കും. കാരണം അത് പൂർണ്ണമായിട്ടും മുസ്ലിമുകൾ കൈയടവശം വെച്ചിരിക്കുകയാണ്. അത് പണിതത് സുലൈമാൻ എന്ന് അവർ പറയുന്നു, സോളമൻ എന്ന് ക്രൈസ്തവരും ജൂതന്മാരും പറയുന്ന സോളമൻ ആണ് ഈ അൽ അക്സ പള്ളി. അത് ഈ ഇസ്ലാമിൻ്റെ അധിനിവേശം ശക്തികൾ ഉപയോഗിച്ചാണ് ഇത് പിടിച്ചടക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കി കാണണം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഈ ലോകം ഇനി അടുത്ത 4 കൊല്ലം വളരെ പ്രാധാന്യത്തോടെ നോക്കണം. പ്രധാനമുള്ള യുദ്ധങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ മാപ്പിൻ്റെ ഏതറ്റത്തോളം ഇസ്രായേൽ ഗൗരവത്തോടെയാണ്. കാരണം അവർ ഫോറിൻ മിനിസ്ട്രി, ഒരു ഗവൺമെൻറ്റിൻ്റെ സർക്കാർ വിഭാഗം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് മാപ്പ്, അതും അറബിക് ലാംഗ്വേജിൽ. ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്നാണോ ഇസ്രായേൽ ഇതുവഴി നൽകിയിരിക്കുന്ന സന്ദേശം എന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത്.